ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഈവനിങ് സ്നാക്കായിട്ട് നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ്. അതിനായി 4 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചതാണിത്. പിന്നെ 3 സ്പൂൺ ബ്രെഡ് പൊടി, 2 സ്പൂൺ കോളിഫ്ലവർ പൊടി, 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി. ഇത് വെച്ചിട്ട് നമ്മൾ നല്ലൊരു സിമ്പിൾ സ്നാക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കാം, കട്ടകളൊന്നും ഇല്ലാതെ തന്നെ. അതിനുശേഷം നമുക്ക് 3 സ്പൂൺ കോളിഫ്ലവർ പൊടി ചേർക്കാം. ഒരു സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇനി നമുക്ക് ബ്രെഡ് പൊടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. കാരണം നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ മുറിഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമുക്കിത് കിട്ടാൻ. അതുകൊണ്ടാണ് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം ഞാനിതവിടെ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. അതിനായി കുറച്ച് ഓയിൽ കയ്യിലാക്കിയതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കാം. നന്നായി കട്ടി കുറയാൻ പാടില്ല, എന്നാൽ ഓവറായിട്ട് തന്നെ കട്ടിയും പാടില്ല. ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. അങ്ങനെ ഞാനിത് നന്നായിട്ട് വട്ടത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള കട്ടറാണുള്ളത്. അത് വെച്ചിട്ട് ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത്. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് മാറ്റി വെക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തി ഓരോ ഡിസൈനും അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്കിത് ആക്കിയെടുക്കാവുന്നതാണ്. ബോൾസ് ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്ത പോലെയോ അങ്ങനെയൊക്കെ. ഇപ്പം ഞാനൊരു സ്മൈലാക്കി കൊടുക്കുകയാണ്. കാരണം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാവും. അവർ കഴിക്കാൻ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി ഇങ്ങനെയൊക്കെ ഓരോന്ന് ഒരു സ്നാക്കിൻ്റെ പുറത്ത് ചെയ്യുകയാണെങ്കിൽ അവരെന്തായാലും അത് ടേസ്റ്റെങ്കിലും ചെയ്യാതെ നിൽക്കില്ല. ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പപ്പടക്കൊള്ളിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങളിത് ഇത് ചെയ്തെടുത്താൽ മതി.
നന്നായിട്ട് തന്നെ അതിൻ്റെ അടയാളങ്ങളൊക്കെ വെച്ച് കൊടുക്കുക. കാരണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഇത് പോകരുതല്ലോ, അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഹോൾസൊക്കെ ആക്കി കൊടുക്കുക. ഇതാ കണ്ടില്ല, അതുപോലെ. നമുക്കെല്ലാം അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഒരു ഭാഗം മൊരിഞ്ഞതിന് ശേഷം മറിച്ച് അപ്പുറത്തെ ഭാഗം നന്നായി മൊരിക്കുക. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇതാ ഇവിടെ നന്നായിട്ട് നമ്മുടെ പൊട്ടാറ്റോ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അധികമായിട്ടുള്ള സാധനങ്ങളൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാവുന്നതാണല്ലോ. അപ്പോൾ ഓക്കെ, ബൈ. എല്ലാവരും എൻ്റെ വീഡിയോസിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക.